ഇപ്പോൾ ഈ കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരിടയ്ക്ക് കോൺഗ്രസ് വലിയ രീതിയിൽ എമർജ് ചെയ്തു വന്നു. വളരെ, അതായത് മോദിയെ എല്ലാ രീതിയിലും വെല്ലുവിളിക്കാവുന്ന ഒരു നേതാവായി രാഹുൽ മാറി. പക്ഷേ ഈ ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷം മോദിയുടെ പ്രതിച്ഛായ വീണ്ടും വർദ്ധിച്ചു. ഇത് പ്രതിപക്ഷ കക്ഷികൾക്ക്, പ്രത്യേകിച്ചും കോൺഗ്രസിനെ ഏത് രീതിയിൽ ബാധിക്കും? ഉത്തര ഭാരതത്തിൽ ഒരു ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ചെറുതെന്ന് പറയുന്നത് പലവർക്കും അറിയാൻ വലിയ കാര്യം സംഭവിച്ചിട്ടില്ല. മോദി ഈ രാജ്യത്തിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക, ഈ രാജ്യത്തെ സുരക്ഷിതമായി വയ്ക്കുക എന്ന് പറഞ്ഞ ശേഷം ഊറി നടന്നു, നഗ്രോത്ത നടന്നു, പത്താൻകോട്ട് നടന്നു, ഇപ്പോൾ പുൽവാമ നടന്നു. അപ്പോൾ പല വിധവമാർക്ക് അറിയാം അവരുടെ ഭർത്താക്കന്മാരെ സുരക്ഷിച്ച് വെക്കാൻ സാധിച്ചിട്ടില്ല ഈ മോദി സർക്കാരിന്. കുറേ സംസാരമുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ 4 ഇൻസിഡൻറ്റ് നോക്കുമ്പോൾ ഞങ്ങളുടെ കാലത്തിൽ 10 വർഷകാലത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന മുംബൈയിലത്തെ 2008 അതിനെ നമുക്ക് തടുക്കാൻ സാധിച്ചില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതും പുണേയിലത്തെ ജർമ്മൻ ബേക്കറി മാത്രം നോക്കിയ ശേഷം ഇതുപോലെ ഉള്ള സീരീസ് ഓഫ് അറ്റാക്സ് പ്രത്യേകിച്ച് ആർമി എയർഫോഴ്സ് ബേസിസിൽ മുമ്പ് സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഒരാഴ്ചയുടെ ടെൻഷൻ നോക്കുമ്പോൾ നമുക്ക് അവരോട് എന്ത് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കാനും സ്ഥാപിക്കാനും ഒന്നും സാധിച്ചിട്ടില്ല ഇതുവരെ. ഒരു ബിൽഡിംഗ് കൂടി വീണിട്ട് നമ്മൾ കണ്ടിട്ടില്ല മാധ്യമത്തിലും അന്താരാഷ്ട്രീയ മാധ്യമത്തിലും. പക്ഷേ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അവർ നമ്മളൊരു പ്ലെയിനിനെ വീഴ്ത്തി, ഒരു പൈലറ്റിനെ പിടിച്ചു, അദ്ദേഹത്തിന് വലിയ മര്യാദയോടെ 42 മണിക്കൂറിനകത്ത് 43 CRPF ഭടന്മാരെ കൊന്നു. അതവർ പറയുന്ന അവരല്ല, അവർ പറയുന്നു അതിന് നിങ്ങൾക്ക് പക്ഷേ ഞങ്ങളെല്ലാം ചെയ്തിരിക്കണം. ഇതൊക്കെ പറയുമ്പോൾ BJP പറയുന്നത് UPയുടെ കാലത്ത് ബോംബെ ആക്രമണം നടന്നു, സൈനികൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തുകൊണ്ട് തള്ളി. ഇതൊക്കെ സംഭവിച്ചിട്ടും ഇന്ത്യ തിരിച്ചടിച്ചില്ല. മോദി തിരിച്ചടിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്തൊരു അടിയാണിത്! ആർക്കും ശരിക്കും ഈ പിന്നെ ബോളിവുഡ് സിനിമയിൽ ഠേ എന്നൊരു ശബ്ദം വെച്ചിട്ട് കൈയിനെ അടുത്ത് കൊണ്ടുവരുന്ന പോലെ ഒരു അടിയായിരുന്നത്. കാരണം നമ്മൾ ഒരു ബിൽഡിംഗ് കൂടി വീണതിൻ്റെ തെളിവില്ല. എല്ലാം ഞാൻ അന്താരാഷ്ട്രീയ മാധ്യമങ്ങൾ വായിച്ചു നോക്കി, ഒരു ദിവസമല്ല 4-5 ദിവസമായിട്ട് വായിച്ചു നോക്കി. നിങ്ങൾ തന്നെ പറയൂ, എവിടെയാണ് ഇതിൻ്റെ ഒരു തെളിവ്? അവകാശവാദം ശരിയല്ല. എനിക്ക് തോന്നുന്നു ഇന്നാളെ ഞാൻ ഒരു ആർട്ടിക്കിൾ ട്വീറ്റ് ചെയ്തു, ഇന്നലെ രാത്രി ഒരു അമേരിക്കൻ ആനലിസ്റ്റ് എഴുതിയിരിക്കുന്നത്. 2 സൈഡിലും നുണയുണ്ടായിരുന്നു. പക്ഷേ ആ നുണയുടെ കാര്യമാണ് യുദ്ധം വരാതിരുന്നത്. അതുകൊണ്ട് നമ്മൾ നുണയുടെ വില മനസ്സിലാക്കണം. പറഞ്ഞാൽ പാകിസ്ഥാന് പറയും ഞങ്ങളിതെല്ലാം ചെയ്തു, ഇന്ത്യ പറഞ്ഞ ആൾ അതെല്ലാം ചെയ്തു. 2 സൈഡിനും വലിയ തെളിവൊന്നുമില്ല. പാകിസ്ഥാനിന് കുറച്ചും കൂടി തെളിവുണ്ട്. അവരൊരു പ്ലെയിനിനെ വീഴ്ത്തി ഒരു പൈലറ്റിനെ എടുത്ത് തിരിച്ചു തന്നു. പക്ഷേ ഇന്ത്യക്ക് തീരെ തെളിവില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് ഈ രക്തം ആവശ്യപ്പെടുന്ന വ്യക്തികളെ കുറച്ചൊന്ന് കാം ഡൗൺ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾക്ക് നാളെ യുദ്ധത്തിന് വേണ്ടി ആവശ്യമുണ്ടാവില്ല, എസ്കലേഷൻ നടക്കാൻ സാധിക്കും എന്നാണ് ഇവർ പറഞ്ഞത്. അവർ പറയുന്നത്. പക്ഷേ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരുന്നാലും ജനങ്ങളുടെ പ്രതീക്ഷ മാറിപ്പോകും. അടുത്ത തവണ വല്ല ഇതുപോലൊരു ട്രാജഡി സംഭവിച്ച